താമസമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് നമ്മുടെ ഗാർഡനിലെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പം നമ്മുടെ ഗാർഡനിൽ കുറേ പൂക്കളെല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗാർഡൻ ഇപ്പോഴും അത്ര മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനതിൻ്റെ പൂക്കൾ മാത്രം ആയിട്ട് കാണിച്ച് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലും അടിക്കുക. ഓക്കെ, അപ്പോൾ ഈ കഥ അങ്ങ് തുറന്നാൽ നല്ല രസമാണ്. ഇറങ്ങുമ്പോഴേ കാണുന്നതാണ് നമ്മുടെ ട്യൂലിപ്സ്. കണ്ടോ, ട്യൂലിപ്സ് കുറേ മുട്ട ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിന് നീലയുണ്ട്, വെള്ളയുണ്ട് കേട്ടോ. ഇത് വെള്ള, അത് നീല, തിരിഞ്ഞ് വെള്ള, നല്ല മണമാണ് അതിന്. പിന്നെ ഇത് കണ്ടോ, അത് സെയിം അത് തന്നെയാണ്. കണ്ടോ, ഇത് നമ്മുടെ ട്യൂലിപ്സൊക്കെ ഇങ്ങനെ മുട്ടിട്ട് വരുന്നു. പിന്നെ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇത് വേറൊരു നിറയെ ചെടിയുള്ളതാണ്. ഇതിലൊക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ചുമന്ന ഇലയും പൂക്കളൊക്കെ ആയിട്ട് വരുന്നു. ഇത് നമ്മുടെ ഈ മുട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. എൻ്റെ പേര് ഇതിലുണ്ട്, ഒക്കെ പറഞ്ഞു പോയി. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു പോയി. ഇത് കണ്ടോ, അത് നല്ല പൂക്കളാണ്. നമ്മുടെ ലാവൻഡർ ആട്ടോ, ഇത് ലാവൻഡർ. ലാവൻഡർ പൂവാണേ, കണ്ടാ, ലാവൻഡർ. ഇത് വേറൊരു ചെടിയുണ്ട്, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ എല്ലാ വർഷമുള്ള, ഇതെല്ലാം ഉണങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ ഇതെല്ലാം കിളുത്ത് വരുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തി, അകത്തിരുന്നാണ് ഞാനിന്ന് തിരുന്ന ചെമ്പരത്തിയാണ്. ഇതിന് ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചതാണ്, കാരണം നല്ല വെയിലാണ്. വെയിലൊക്കെ കൊള്ളട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇത് നമ്മുടെ മുല്ലയാണ്. ഇത് ഫ്ലവർ നാട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്, കട്ടമുല്ലയാണ്. ഇതൊക്കെ അകത്തിരുന്ന കേട്ടോ. ഇന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചാണ്, കാരണം ഇവിടുത്തെ ചെറിയ ചൂടിന്ന് 14 ഡിഗ്രി ചൂടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിനൊക്കെ ചെറിയൊരു വെയിലൊക്കെ കൊള്ളട്ടെ. ഇതങ്ങ് അകത്തിരിക്കുമായിരുന്നല്ലോ. ഇത് ഞാൻ നമ്മുടെ മാതൃഛായ ബാലഭവനിൽ പോയില്ലേ, അന്നേരം അവിടുത്തെ ഒരു അമ്മാമ്മ എനിക്ക് തന്നതാണ്. അതിവിടം വരെയായി, നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഈ ബനാന ഫെർട്ടിലൈസർ ഉപയോഗിച്ച് ഇതൊക്കെ വളർത്തിയെടുത്തതാണ്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റോസ വേണ്ട, നല്ല ഭംഗിയില്ല എൻ്റെ ട്യൂലിപ്സ് കാണാൻ. ഇങ്ങനെ ഉണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കളർ. നിങ്ങൾ എൻ്റെ വേറൊരു വീഡിയോയ്ക്ക് അത് കണ്ടിട്ടുണ്ട്. നമ്മുടെ റോസയൊക്കെ പതുക്കെ കിളുന്ത് തൈകളൊക്കെ ആയിട്ട് വരുന്നു. കണ്ടോ, നല്ല ഭംഗിയില്ല. നമ്മൾ അന്യൻ്റെ സിനിമയ്ക്കകത്ത് കാണുന്ന പല പല കളർ ഞാനിവിടെ ഫ്രീ ആയിട്ട് കാണിച്ചു തരുന്നു. അപ്പം നാട്ടിലൊക്കെ ഉള്ളവർക്ക് കാണാനായിട്ടുള്ള ഒരവസരമാണിത്. പിന്നെ നമ്മുടെ ബാക്കി ഇതെല്ലാം ഓരോ ട്യൂലിപ്സ് ആട്ടോ. ട്യൂലിപ്സ് ഇതൊക്കെ ഇതൊക്കെ ആ സെയിം കളർ തന്നെയാണെന്ന് തോന്നുന്നു. ഈ ട്യൂലിപ്സിൻ്റെ ഒന്നും അവകാശികൾ ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. ഡാഫഡിൽസ്, നമ്മുടെ ഡാഫഡിൽസാണ്. ഈ ചെടി ഏതാണെന്ന് ഞാൻ മറന്നു. ഇതിൻ്റെയൊക്കെ പേരൊക്കെ പണ്ടൊക്കെ അറിയാം. ഞാനിതിൻ്റെ പേരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുവേ, പുള്ളിക്കാരൻ അതെല്ലാം എടുത്ത് കളയും. ഇത് ഐവിയാണ് നമ്മുടെ. പിന്നെ ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചി ഒക്കെ, അത് ഹൈഡ്രാഞ്ചി വേറെ ഇതാണ് ഹൈഡ്രാഞ്ചി. ഇതൊക്കെ ഇതെല്ലാം പതുക്കെ ഇലയും പൂക്കളും എല്ലാമായി വരുന്നു. നമ്മുടെ റോസയെല്ലാം ഒത്തു വരുന്നു. ഇവിടെയൊക്കെ വേറൊരു ട്യൂലിപ്സ് ഉണ്ട്, കണ്ടോ, ട്യൂലിപ്സ് നമ്മൾ ബ്ലൂബെൽസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബ്ലൂബെൽസ് കണ്ടോ. പിന്നെ ഇത് രജനി ചേച്ചി എന്നാണ്. ഇതിന് തന്നെയാണ് സെയിം നമ്മുടെ വേറെ അപ്പുറത്തെ ചട്ടിയിൽ നിൽക്കുന്നത് ഞാൻ കാണിച്ചേക്കുന്നത്. ഇത് രജനി ചേച്ചിയുടെ ഇതാണ്, ഇതിവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ തുളസി തറേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ട് സ്ഥാപിച്ചു. ഇതിനകത്ത് കുറച്ച് തുളസി തൈയൊക്കെ പാകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ഗാർഡനിലേക്ക് പോകാം. ഇവിടെയുള്ള വേറൊരെണ്ണം ഞാൻ കാണിക്കാൻ മറന്നു. ഇത് കണ്ടോ, വേറെ കളർ, ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ചെമ്പരത്തി കൊണ്ട് വെച്ചായിരുന്നു. ഇത് പതുക്കെ ഇത് മുട്ടിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഡാഫഡിൽസൊക്കെ കേട്ടോ. ഇത് ഡാഫഡിൽസ് അങ്ങനെ. ട്യൂലിപ്സ് ഇവിടെ വേറെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ കിളുത്ത് വരും. പിന്നെ അങ്ങോട്ട് പോകാനേ പറ്റുന്നില്ല, കാരണം നമ്മുടെ റോസയും അവിടെ എൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ച ചെമ്പരത്തിയാണ്. കണ്ടോ, ഇത് പുറത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു. ഇവിടുന്ന് മേടിച്ചാണ്. പക്ഷേ അതൊക്കെ പതുക്കെ ഇങ്ങനെ അത് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതെൻ്റെ റോസയ്ക്കൊക്കെ ഞാനന്ന് ഉണ്ടാക്കിയ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചാണ്. ആ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് ഓർക്കുന്നില്ലേ, അതാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും ഒന്നും പോകില്ല, എല്ലാം കിളുത്ത് വരുന്നുണ്ട്. കണ്ടോ, നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പോൾ നമ്മുടെ അതും ഒരു അങ്ങറ്റത്തേക്കുള്ള ചെമ്പരത്തിയാണ്, റോസയാണ്. പിന്നെ ഇത് താഴെ ബ്ലൂബെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗാർഡനിലെ കാഴ്ചകൾ, പൂക്കൾ. ഓക്കെ, പിന്നെ ഇവിടെ അകത്ത് നമ്മുടെ സീനിയർ എന്നല്ലേ എൻ്റെ പേര്, ഇത് എൻ്റെ ഹസ്ബൻഡ് ഇത് എത്ര പ്രാവശ്യം പുറത്തെടുത്ത് കളഞ്ഞാണ്. ഞാനിതിനെ ഓരോന്നിനും കെയർ ചെയ്ത് സൂക്ഷിച്ചു വരുന്നേ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. കണ്ട, ബാക്കി ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത്. പിന്നെ പൂക്കളുള്ളതിന് മാത്രം ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടോ പൂക്കൾ കണ്ട, പൂക്കൾ പനിനീർപ്പൂക്കൾ, പൂക്കളല്ല കേട്ടോ, പനിനീർപ്പൂക്കൾ അല്ല, പൂക്കൾ എന്താണ്, നമ്മുടെ റോസയാന്നല്ലേ പറയുന്നത്. അപ്പം നമുക്കിനി പുറത്തെ ബാക്ക് സൈഡിലെ ഗാർഡനിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഇവിടെയുള്ള ടുലിപ്സുകൾ ഇതുപോലെ തന്നെയാണ്, ഓരോരോ കളറാന്നേ ഉള്ളൂ. വേണ്ട, ഇവിടെ ഒരു മഞ്ഞ ടുലിപ്സ് ഉണ്ട്, ഞാൻ ഇന്നാളൊന്ന് കാണിച്ചതാണ്. അത് വേണ്ട, ഇതൊക്കെ വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ തക്കടുക്കൂട്ടൻ്റെ ബർത്ത്ഡേ മരം ഇവിടെ ഇങ്ങനെ എല്ലാം കിളുത്ത് ഇലകളൊക്കെ ഉണ്ടായി വരുന്നു. ഇനി ഉടനെ തന്നെ മൊട്ടാകാൻ തുടങ്ങിയിട്ടോ. ആക്ച്വലി ഇത് കണ്ട, മൊട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ. അപ്പം ഇതിങ്ങനെയാണ്, നിറയെ മൊട്ടാണ് നമ്മുടെ ടുലിപ്സിലൊക്കെ കണ്ട. പിന്നെ ഡാഫഡിൽസും ഉണ്ട് ഇവിടെ, ടുലിപ്സും ഉണ്ട് കണ്ട. എനിക്ക് സമ്മറാണ് ഏറ്റവും ഇഷ്ടം. സ്പ്രിങ് ആകുമ്പോഴത്തേക്കും എല്ലാം പൂത്തുലയുന്നത്. എനിക്ക് ഒരു ചെടി പോലും കളയുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരെയും ജീവിപ്പിച്ചെടുക്കണം എന്നാണ്. ഇവൻ കരിഞ്ഞു പോയാലും ഞാൻ എന്നെ ജീവിപ്പിച്ചെടുക്കും. ഇവിടെ നമ്മുടെ മുല്ല നിങ്ങൾക്കറിയാലോ, കണ്ട മുല്ല, അതെല്ലാം ഇവിടെ എന്തോ ഒന്ന് കരിഞ്ഞിരിക്കുന്നത്, എന്താ കാര്യം എന്നറിയില്ല. തേലൊക്കെ നിറച്ച് മൊട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പം ഇനി നിറയെ പൂവാകും, നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാൻ. ഇവിടെ നമ്മുടെ ഒരു മഞ്ഞ റോസയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ലല്ലോ, ഇത് കരിഞ്ഞല്ലോ. ഓക്കെ, എന്താണെന്ന് നോക്കണം. ഇനി ഇതിനകത്ത് ആരെങ്കിലും കൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചോ എന്നൊരു സംശയം. ഇവിടെ പണിക്കാർ എല്ലാം നശിപ്പിക്കാനായിട്ട് മിടുക്കന്മാരായിരുന്നു. ഇനി അവന്മാരാണോ എന്നൊരു സംശയമുണ്ട്. എനിവേ, നമ്മുടെ റോസകളെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ല മനോഹരമായ ഒരു പൂക്കളുണ്ടാകുന്ന ഇതാണ്. നല്ല മണമാണിതിന്. അതേ ഹസ്ബൻഡ് അത് ഒടിച്ച് കളഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഷൈനി ചേച്ചി വന്ന റോസയിലെല്ലാം നിറയെ കിളിർന്ന് ഇലകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ ട്രെയിൽസ് അതൊക്കെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുക, അതൊക്കെ പൊട്ടിപ്പറഞ്ഞു പോയി. ഇതിവിടെ ഗാർഡനൊക്കെ ശരിയാക്കണം. ഗാർഡനൊക്കെ അപ്പടി മെസ്സപ്പായിട്ടാണോ കാരണം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ സ്ട്രോബെറി എല്ലാം ഇതും ഷൈനി ചേച്ചിയുടെ തന്നതാണ്. അപ്പം അവിടെ എല്ലാം ഉണ്ടായി വരുന്നുണ്ട്. ഗാർഡൻ മെസ്സപ്പ് ആയതുകൊണ്ടാണ് അധികമൊന്നും കാണിക്കാത്തത്. നമ്മുടെ റോസയും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ പഴയ റോസകളും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ചെറി എല്ലാം കണ്ടോ, ചെറിയലെല്ലാം ഇലകൾ ഉണ്ടാകുന്നതിൻ്റെ ഇതാണ് കാണുന്നത്. പിന്നെ നിറയെ ഡാഫഡിൽസ് ആട്ടോ ഇവിടെ നിറച്ചും. ഇതെല്ലാം ഡാഫഡിൽസ് തന്നെയാണ്. അങ്ങറ്റം വരെ നമുക്ക് ഡാഫഡിൽസാണ് ഉണ്ടോ. പിന്നെ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫാനിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര കാറ്റുണ്ടതെല്ലാം പോയി അത് സെറ്റപ്പ് ചെയ്യണം. പിന്നെ അപ്പം ഇത് തക്കടുവിൻ്റെ ബർത്ത്ഡേ വരെ ഞാൻ കാണിച്ചു. ഇത് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇതാണ് ഈ സൈഡിലത്തെ ഗാർഡൻ എൻ്റെ. പിന്നെ ഇതൊരു പൂ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട, ഇത് വേറൊരെണ്ണമാണ്. പിന്നെ ഇത് നമ്മുടെ ഗാർലിക്കാണ്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഗാർലിക്കായി. ഇത് ഇവിടെയൊക്കെ ചിലതിനൊക്കെ നല്ല തണ്ടിന് നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പൊങ്ങി വരുമായിരിക്കും. അത് കാരണം ഞാൻ ഇന്നാൾ ചുമ്മാ പറിച്ച് വെറുതെ കളയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു ചോദിച്ചു. നമ്മുടെ സ്പിനേജൊക്കെയാണ്, അത് പോകത്തേ ഇല്ല. 12 മാസം സ്പിനേജ് അവിടെയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിയയിലൊക്കെ പതുക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു.
ചെറിയ കുഞ്ഞിലകൾ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് കണ്ട, ഇത് മുന്തിരിയല്ല കേട്ടോ, ഇത് വേറൊരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. മുന്തിരിയൊക്കെ കുറച്ചും കൂടെ സമയമെടുക്കും. പിന്നെ ഇത് നമ്മുടെ കണിക്കൊന്ന പോലെ ഉള്ള ഒരു ചെടിയാണിത്. കണ്ടോ, കണിക്കൊന്ന പോലെ ഇരിക്കും, പക്ഷെ കണിക്കൊന്നയല്ല, നല്ല ഭംഗിയാണ്. ഇതാണ് ഞാൻ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് ഒടിച്ചു വെക്കുന്ന ഒരു കമ്പ്. പക്ഷേ ഇത് ഇപ്പോഴേ ഇത് ഉണ്ടായത് കൊണ്ട് എനിക്കറിയില്ല വിഷു ആകുമ്പോഴേത്തിന് ഇതെല്ലാം പോകും. അന്നേരം നമുക്ക് പിന്നെ വളരെ കുറവ് ഇതൊക്കെ കിട്ടത്തുള്ളൂ. നല്ല വെയിലാണ് കേട്ടോ, നിങ്ങൾക്കെല്ലാം കാണാമെന്ന് വെച്ചാൽ നല്ല ഭംഗിയല്ലേ. കണിക്കൊന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പം ഈ ചെടികളും പൂക്കളും ഒക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് നന്നായി ഇഷ്ടപ്പെടും ഇതൊക്കെ. അതാണ് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. പല ചെടിയുടെയും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ചെറിയ ചില ചെടികളുടെ പേരൊക്കെ എനിക്കറിയത്തുള്ളൂ. ട്യൂലിപ്സ്, ഡാഫഡിൽസ്, ലാവൻഡർ, അങ്ങനെ എല്ലാം മറന്നുപോയി. പിന്നെ ഞാൻ നിങ്ങളിവിടെ കാണിക്കുന്നത് എൻ്റെ കുറേ പച്ചക്കറിയുടെ വിത്തുകളൊക്കെ ഞാൻ പാകി വെച്ചേക്കുന്ന, അതൊക്കെ എൻ്റെ ചാനലിലുണ്ട്, എങ്ങനെയാണ് പാകുന്നതെന്നും എന്ത് മണ്ണാണ് ഉപയോഗിക്കണതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ അത് പിന്നെ വീഡിയോ പോയി കാണും. പിന്നെ നമ്മുടെ ആപ്പിൾ മരം കണ്ടോ, നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ദേഹത്തിലെല്ലാം ഇലകൾ ഉണ്ടാകാൻ പോകുന്നു. കണ്ടോ, നിറയെ ആപ്പിൾ ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു നല്ല റോസപ്പൂക്കളാണ്. ഇവിടെയൊക്കെ കുറേ റോസപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പെയറാണിത്, അതും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നിറയെ ഇങ്ങനെ മുട്ടായിട്ടിങ്ങനെ വരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ മൊത്തം വൃത്തികേടാണ്, അത് കാരണം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. വൃത്തിയാക്കി കഴിഞ്ഞില്ല. നമ്മുടെ ഫെൻസിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇവിടെ ഇപ്പം വൃത്തികേടെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കാണിക്കുന്നത്, നമ്മുടെ വിത്തുകളെല്ലാം പാകി ഇത് ഞാൻ പുറത്തെടുത്ത് വെച്ചാണ്. അകത്തായിരുന്നു എല്ലാം. പിന്നെ ഞാനത് പുറത്തേക്ക് കുറേയൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറച്ചൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ പെയറാണിത്. ഇനി നമ്മളിങ്ങനെ അങ്ങ് പോയി നമ്മുടെ നമ്മുടെ കമ്പോസ്റ്റ്, നമ്മുടെ ഓൺ ഹോം മെയ്ഡ് കമ്പോസ്റ്റ്, അത് ഇങ്ങോട്ട് കോരിയെടുത്ത് വെച്ചാണ്. എന്നിട്ട് അടുത്തത് ആ പാത്രം നിറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ചെടിയൊക്കെ നടാനായിട്ട് നമ്മുടെ പഴയ സ്പിനേജ് തന്നെയാണ്. ഈ സൈഡിലാണേലും നമ്മുടെ നെല്ലിമരമൊക്കെ അവിടെ പതുക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഈ പണി നടന്നുകൊണ്ട് ആ പണിക്കാരെല്ലാം നമ്മുടെ ചെടികളും പൂക്കളും എല്ലാം നശിപ്പിച്ചു. നിറയെ ചെടിയും പൂക്കളൊക്കെ ഉണ്ടായിരുന്നാണ്. ഇനിയിപ്പോൾ ഈ വർഷം വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം ഇവിടെയും നമ്മുടെ സ്ട്രോബെറികളൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ ഇവിടെ നിറയെ ഇത് നമ്മുടെ വേറെ എന്താണ് എൻ്റെ ക്യാമറ ഇങ്ങനെ പോണേ, ഇതൊക്കെ നല്ല നല്ല കുറേ ചെടികളൊക്കെയാണ്. വേണ്ട, ഇത് ഹണീസക്കിൾ എന്ന് പറഞ്ഞൊരു മരമാട്ടോ, നമ്മുടെ കണിക്കൊന്ന പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ അതിൽ പതുക്കെ ഇങ്ങനെ ഇലകളൊക്കെ വരാൻ വരുന്നു. ഇനിയിപ്പോൾ പൂവുണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതേ റോസ് കണ്ടോ, ഇത് നല്ല ക്ലൈമ്പിങ് റെഡ് റോസാണിത്. അതിങ്ങനെ നിറയെ ഇങ്ങനെ ഇലകളൊക്കെ ആയിട്ട് വരുന്നു. ഇതെൻ്റെ താമരയാണ്. ചെടി പണിക്കാരന്മാർ നശിപ്പിച്ച് അതിൻ്റെ പാത്രമെല്ലാം സിമൻറ്റ് ഇട്ട് അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്തില്ല, അതെല്ലാം നശിപ്പിച്ച്. ഇനി അതെല്ലാം എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ കുഞ്ഞു പശുക്കുട്ടനും ഇവിടെ സമ്മറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. നമ്മുടെ പാർട്ടികളെല്ലാം നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് സെയിം ആയിട്ട് തന്നെ. ഇത് വേറൊരു ഞാൻ ഫ്രണ്ടിൽ കാണിച്ചില്ല, അത് തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം UK-യിലുള്ള പൂക്കളും ചെടികളും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്കുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.